ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിലും നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ 4th 3rd 6th 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കും ഉണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ, അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ടർ ക്വാളിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റീസെൻ്റ് ആയിട്ടുള്ള PSC എക്സാം അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാനിറ്ററി കെമിസ്ട്രിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിനകത്ത് ഒരുപാടധികം ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, അതുപോലെ കെമിസ്ട്രി ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷന് അത് ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്ട്രിന്റെ ഫൈനൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ മാറ്റുകൂട്ടുന്നതിനായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഒന്നല്ല 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്? കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ ബയോ കെമിസ്ട്രി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ MCQs ഉണ്ടായിരിക്കുക. മാത്രമല്ല വെയിറ്റേജ് എങ്ങനെയാണോ വരുന്നത്, എത്ര മാർക്കിലാണോ ആ ഒരു പോർഷൻ ഉള്ളത്, അതനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻസേഴ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് എക്സാം എക്സ്പീരിയൻസ് ആയിരിക്കും. കേരള PSCയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതേ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ മോക്ക് ടെസ്റ്റും, ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നമ്മുടെ സിലബസിന്റെ അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്ത് റിവിഷൻസ് ഒക്കെ ചെയ്ത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്ത് അതിനുശേഷം നമ്മുടെ തെറ്റുകൾ തിരുത്തി അടുത്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൂടെ നമ്മുടെ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരു എക്സാം എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നല്ല 2 എക്സാംസ് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യത്തെ എക്സാമിൽ നിങ്ങളുടെ പോരായ്മകൾ തിരുത്തി, തെറ്റുകൾ തിരുത്തി പഠിച്ച് അടുത്തൊരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉപകാരപ്പെടുത്തിയെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റീനെ പറ്റിയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസിന് അവൈലബിൾ ആയിട്ടുള്ള സേഫ് ഡ്രിങ്കിങ് വാട്ടറിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടറിനെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്യൂരിറ്റി എല്ലാം മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്.
ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റീനെ പറ്റി ബേസ് ചെയ്തിട്ട് മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ് 2005 കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. ഇതിനെയാണ് യൂണിഫോം പ്രോട്ടോക്കോൾ ഫോർ വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ BIS സ്റ്റാൻഡേർഡ്സ്, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ BIS സ്റ്റാൻഡേർഡ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ pH ആണെങ്കിൽ, ടർബിഡിറ്റി, ടേസ്റ്റ്, ഓർഡർ, അയണിൻ്റെ പ്രസൻസ്, ഇതെല്ലാം ഏതൊക്കെ ക്വാണ്ടിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യും, ഏതൊക്കെ ക്വാണ്ടിറ്റിയിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ടർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. ഓവറായിട്ട് എക്സസ് ആയിട്ട് മിനറൽ കണ്ടൻറ്റുകളുള്ള വാട്ടറൊന്നും നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും. അങ്ങനെയുള്ള വാട്ടറിനെ ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. BISനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പിളിൽ 500 മില്ലിഗ്രാം പെർ ലിറ്ററിനേക്കാൾ കൂടുതൽ TDS എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മുടെ ഡൈജഷനെ വളരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. BISനെ ബേസ് ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടറിൽ റെസിജ്വൽ ഡിസോൾവ്ഡ് സോളിഡ് എന്ന് പറയുന്നതിൻ്റെ അളവ് 0 ആയിരിക്കണം. ഇനി ഓരോ പാരാമീറ്റേഴ്സും അതിൻ്റെ സ്റ്റാൻഡേർഡ്സും അതിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്നും യൂണിറ്റ് അത് എന്തോരം ക്വാണ്ടിറ്റിയിലാണ് വരുന്നതും എന്നുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ pH, ടോട്ടൽ ആൽക്കലിനിറ്റി, ഹാർഡ്നെസ്, TDS, കാൽസ്യം, മഗ്നീഷ്യം, ഇതെല്ലാം ഏതെല്ലാം സ്റ്റാൻഡേർഡ്സിലാണ്, ഏതെല്ലാം ഏജൻസീസാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് BIS സ്റ്റാൻഡേർഡ്സ് ഫോർ ദി ഡ്രിങ്കിങ് വാട്ടർ ആണ്. അപ്പോൾ ഇതിവിടെ നമ്മളൊരു 100 ml സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോളിഫോം കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് 100 ml എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കോളിഫോം ബാക്ടീരിയയുടെ കൗണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതുപോലെ ഇനി 100 ml ഏതെങ്കിലും ഒരു സാമ്പിളിൽ 100 ml കോളിഫോം ഓർഗാനിസത്തിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആക്ടിൻ്റെ അണ്ടറിൽ EPA വാട്ടർ ക്വാളിറ്റിയിലെ കുറച്ച് സ്റ്റാൻഡേർഡ്സുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ 3 മെയിൻ കമ്പോണൻസ് ആണ് ഈ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തത് ഡെസിഗ്നേറ്റഡ് യൂസ്. അതിൽ വാട്ടർ ബോഡീസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അഗ്രികൾച്ചറിൽ, പബ്ലിക് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫ്, ഇങ്ങനെയെല്ലാം നമ്മൾ വാട്ടർ ബോഡീസിനെ എങ്ങനെയെല്ലാമാണ് ഉപയോഗപ്പെടുത്തുന്നത്, അതാണ് ഒന്നാമത്തതെന്ന് പറയുന്നത്. അടുത്തത് ക്രൈറ്റീരിയൻ ടു പ്രൊട്ടക്റ്റ് ഡെസിഗ്നേറ്റഡ് യൂസസ്. അവിടെ വരുന്നത് സയൻസ് ബേസ്ഡ് ലിമിറ്റ്സ് അല്ലെങ്കിൽ ലെവൽസ് ഫോർ സ്പെസിഫിക് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എല്ലാമാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത് ആൻറ്റി ഡീഗ്രഡേഷൻ റിക്വയർമെൻറ്റ്സ് ആണ്. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹൈ ക്വാളിറ്റി, ഹൈ വാല്യൂ വാട്ടർ ഒക്കെ ആക്കി മാറ്റുകയാണ് മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. EPAയിൽ വരുന്ന കുറച്ച് റെഗുലേഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് MCLG, മാക്സിമം കണ്ടാമിനേറ്റഡ് ലെവൽ ഗോൾ. ഇതെന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു ലെവലിനെ അലോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി മാർജിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അവിടെ നമുക്ക് ഹ്യൂമൻ ഹെൽത്തിനെ ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒന്നും തന്നെ പാടില്ല. അടുത്തത് MCL ആണ്, അതായത് മാക്സിമം കണ്ടാമിനൻ്റ് ലെവൽ. അത് MCLGയോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ലെവലാണ്. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ WHO ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റീനെ ബേസ് ചെയ്ത് കുറച്ച് ഗൈഡ് ലൈൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ലിമിറ്റ് അൾഡ്രിൻ, ആൻറ്റിമണി, ആഴ്സനിക്, അമോണിയ, ഇവരുടെ എല്ലാം ലിമിറ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഗൈഡ് ലൈൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് WHO ഡ്രിങ്കിങ് വാട്ടർ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ WHO കുറച്ച് ഇൻ്റർനാഷണൽ നോംസ് വാട്ടർ ക്വാളിറ്റീനെയും ഹ്യൂമൻ ഹെൽത്തിനെയും കൂടെ കണക്ട് ചെയ്ത് കുറച്ച് ഗൈഡ് ലൈൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിനെയാണ്. അതായത് ഒരു സൊസൈറ്റിയെ തന്നെ വാട്ടർ മോശമാണെങ്കിൽ വളരെയധികം മോശം രീതിയിൽ ബാധിക്കും. വെള്ളത്തിലൂടെ പകരുന്ന പല അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യാനും തടയാനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ
ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ക്വാളിറ്റി മേക്ക് ഷ്യൂർ ചെയ്യുന്നതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങളുടെ സ്പ്രെഡിംഗ് ഒക്കെ. WHO മെമ്പേഴ്സും നാഷണൽ അതോറിറ്റീസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസീസും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് എല്ലാ ഇതിൽ നിന്നുമുള്ള മെമ്പേഴ്സ് ചേർന്നിരുന്ന് ആണ് ഈ ഗൈഡ് ലൈൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അവിടെ ആ ടേബിളിൽ ഓരോ പാരാമീറ്റേഴ്സും WHO ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ലിമിറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അക്രിൽ അമൈഡ്, അലക്കോർ, അങ്ങനെയുള്ള അമോണിയ, ആൻറ്റിമണി, ആഴ്സനിക്, അങ്ങനെയുള്ള എല്ലാത്തരം കെമിക്കൽസിൻ്റെയും എത്രത്തോളം അളവിലാണ് അതിൻ്റെ ലിമിറ്റ് എന്നാണ് WHO ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ളതാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ഒരു 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. MCQ PDF-കൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9952645996 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിൻ്റബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിൻ്റെ ക്രാഷ് കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവിഷൻ ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പോകുന്നത്. സ്റ്റുഡൻറ്റ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻറോൾ ചെയ്യാനായിട്ടും അതുപോലെ പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക.